ഫെബ്രുവരി 23 സ്മിർനയിലെ വിശുദ്ധ പോളികാർപ്പ്. പോളികാർപ്പിനെ പിൻകാല തലമുറകൾക്ക് അറിയാവുന്നത് ഒരു ഔപചാരിക ജീവിത ചരിത്രത്തിലൂടെയല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ വിവരണത്തിലൂടെയാണ്. എന്നിരുന്നാലും ആ വിവരണത്തിൽ നിന്ന് അദ്ദേഹം AD 69 ജനിച്ചുവെന്ന് നിർണ്ണയിക്കാൻ കഴിയും. 86 വർഷമായി താൻ ക്രിസ്തുവിനെ സേവിച്ചുവെന്ന് പ്രസ്താവിച്ചുകൊണ്ട് തന്നെ പീഡിപ്പിക്കുന്നവർക്ക് അദ്ദേഹം നൽകിയ സാക്ഷ്യത്തിൽ നിന്ന് അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായി വളർന്നുവെന്നോ അല്ലെങ്കിൽ ചെറുപ്പത്തിൽ ക്രിസ്ത്യാനിയായി മാറിയെന്നോ വ്യക്തമാണ്. റോമൻ സാമ്രാജ്യത്തിലെ ഗ്രീക്ക് സംസാരിക്കുന്ന ക്രിസ്ത്യാനികൾക്കിടയിൽ വളർന്ന പോളികാർപ്പിനെ യേശുവിനെ അവൻ്റെ ഭൗമിക ജീവിതകാലത്ത് കാണുകയും അറിയുകയും ചെയ്ത വ്യക്തികളിലെ പഠിപ്പിക്കലുകളും ഓർമ്മകളും ലഭിച്ചു. യേശുവിൻ്റെ ആദ്യ ശിഷ്യന്മാരും അപ്പസ്തോലന്മാരും അവരുടെ ശിഷ്യന്മാരും തമ്മിലുള്ള ഈ സുപ്രധാന ബന്ധം കത്തോലിക്ക സഭയെ അതിൻ്റെ ആദ്യകാലങ്ങളിൽ പാഷണ്ഡതയുടെ സ്വാധീനത്തിൽ നിന്ന്, പ്രത്യേകിച്ച് യേശുവിൻ്റെ ശാരീരിക അവതാരത്തെയും പൂർണ്ണ മനുഷ്യത്വത്തെയും നിഷേധിക്കാനുള്ള ആദ്യകാല ശ്രമങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിച്ചു. പോളികാർപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപകനും അദ്ദേഹത്തോടൊപ്പം അദ്ദേഹം വ്യക്തിപരമായി പഠിച്ചയാളുമാണ് വിശുദ്ധ ജോൺ. ബൈബിളിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകളിൽ യേശുവിൻ്റെ നിത്യദൈവത്വത്തിൻ്റെ വ്യക്തമായ സൂചന മാത്രമല്ല, മനുഷ്യരാശിക്ക് വേണ്ടി അദ്ദേഹം സ്വീകരിച്ച മനുഷ്യപ്രകൃതിയുടെ ഏറ്റവും ശക്തമായ വാദങ്ങളും ഉൾപ്പെടുന്നു. ഇതിനു വിപരീതമായി ആദ്യ ക്രിസ്ത്യാനികൾക്കിടയിൽ ചില പ്രവണതകൾ ഇതിനകം ഉയർന്നു വന്നിരുന്നു. യേശുവിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള കഷ്ടപ്പാടുകളുടെയും മരണത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നതിനും അവയെ വളരെ അമൂർത്തമായ ആശയങ്ങളുടെ വെറും പ്രതീകങ്ങളായി കണക്കാക്കുന്നതിനും യോഹന്നാൻ്റെ സഹായത്തോടെ പോളികാർപ്പ് പുതിയ നിയമം സമാഹരിക്കുകയും എഡിറ്റ് ചെയ്യുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്ത ആളായിരിക്കാം. 2-ാം നൂറ്റാണ്ടിലെ മറ്റൊരു കത്തോലിക്ക അധ്യാപകനായ വിശുദ്ധ ഐറേനിയസ് എഴുതി, പോളികാർപ്പ് അപ്പസ്തോലന്മാരിൽ നിന്ന് പഠിപ്പിക്കപ്പെടുകയും ക്രിസ്തുവിനെ കണ്ട പലരുമായും സംസാരിക്കുകയും ചെയ്തു. മറിച്ച് അപ്പസ്തോലന്മാരാൽ സ്മിർനയിലെ സഭയുടെ ബിഷപ്പായി നിയമിക്കപ്പെട്ടു. ഫിലിപ്പിയർക്ക് എഴുതിയ ഒരു അവശേഷിക്കുന്ന കത്തിൽ വിശുദ്ധ പൗലോസിൻ്റെ പഠിപ്പിക്കൽ സ്വീകരിച്ച സഭ കൂടുതൽ ബുദ്ധിപരമായി പരിഷ്കൃതമായ സുവിശേഷം പഠിപ്പിക്കുമെന്ന് അവകാശപ്പെടുന്ന ജ്ഞാനവാദികളായ അധ്യാപകർക്ക് അവരുടെ വിശ്വാസം വിട്ടുകൊടുക്കരുതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. യേശു ക്രിസ്തു ജഡത്തിൽ വന്നുവെന്ന് ഏറ്റുപറയാത്ത ഏവനും എതിർ ക്രിസ്തുവാണ്. അദ്ദേഹം എഴുതി വിശുദ്ധ യോഹന്നാനെ തന്നെ ഉദ്ധരിച്ചു, കുരിശിൻ്റെ സാക്ഷ്യം ഏറ്റുപറയാത്ത ഏവനും പിശാചിൽ നിന്നുള്ളവനാണ്. കർത്താവിൻ്റെ അരുളപ്പാടുകളെ സ്വന്തം മോഹങ്ങൾക്ക് വളച്ചൊടിച്ച് പുനരുത്ഥാനമോ ന്യായവിധിയോ ഇല്ലെന്ന് പറയുന്ന ഏതൊരുവനും സാത്താൻ്റെ ആദിജാതനാണ്. അതുകൊണ്ട് നമ്മുടെ പ്രത്യാശയെയും നമ്മുടെ നീതിയുടെ പ്രതിജ്ഞയെയും നമുക്ക് ഇവിടെ ഇടവിടാതെ മുറുകെ പിടിക്കാം. പോളികാർപ്പ് പഠിപ്പിച്ചു, പ്രത്യാശയും നീതിയും സ്വന്തം ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ കുരിശിൽ ചുമന്ന യേശുക്രിസ്തുവിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് അദ്ദേഹം വിശദീകരിച്ചു. വാക്ചാതുര്യത്തോടും വ്യക്തതയോടും കൂടി ക്രിസ്തു നമുക്ക് വേണ്ടി എല്ലാം സഹിച്ചു, അങ്ങനെ നാം അവനിൽ ജീവിക്കേണ്ടതിനെ എന്ന് അദ്ദേഹം ഫിലിപ്പിയിൽ സഭയിൽ ഓർമ്മിപ്പിച്ചു. എന്നിരുന്നാലും യേശുവിലുള്ള തൻ്റെ വിശ്വാസത്തിന് പോളികാർപ്പ് നൽകിയ ഏറ്റവും വാചാലമായ സാക്ഷ്യം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെയല്ല, മറിച്ച് മറ്റൊരു ആദ്യകാല ക്രിസ്തീയ കൃതിയിൽ വിവരിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തിലൂടെയാണ്. ഇന്നത്തെ തുർക്കിയിലുള്ള സ്മിർ സഭ പൊതു അധികാരികളുടെ കൈകളാൽ തങ്ങളുടെ ബിഷപ്പ് മരിച്ചതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ മറ്റൊരു പ്രാദേശിക സഭയ്ക്കുള്ള ഒരു കത്തിൽ സമാഹരിച്ചു. രക്തസാക്ഷികളുമായി, പ്രത്യേകിച്ച് വാഴ്ത്തപ്പെട്ട പോളികാർപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ട്. സ്മിർനയിലെ കത്തോലിക്കരുടെ വാക്കുകളിൽ അദ്ദേഹം പീഡനം അവസാനിപ്പിച്ചു. ഒരു വിധത്തിൽ പറഞ്ഞാൽ തൻ്റെ രക്തസാക്ഷിത്വത്താൽ അതിൽ ഒരു മുദ്ര പതിപ്പിച്ചു. 155 ചക്രവർത്തിയേക്കാൾ ഉയർന്ന അധികാരിയെ അനുസരിക്കുന്നു എന്ന കത്തോലിക്ക സഭയുടെ അവകാശവാദം ഇല്ലാതാക്കാൻ സർക്കാർ അധികാരികൾ തന്നെ തിരഞ്ഞു നടക്കുന്നുണ്ടെന്ന് പോളികാർപ്പിന് മനസ്സിലായി. അദ്ദേഹം ഒരു ഗ്രാമീണ വീട്ടിലേക്ക് പിൻവാങ്ങി നിരന്തരമായ പ്രാർത്ഥനയിൽ മുഴുകി. തുടർന്ന് തൻ്റെ മരണത്തെക്കുറിച്ചുള്ള ഒരു ദർശനം ലഭിച്ചു. അത് എന്നെ ജീവനോടെ ചുട്ടിരിക്കണം എന്ന് സുഹൃത്തുക്കളെ അറിയിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. അദ്ദേഹം സ്ഥലം മാറ്റി. പക്ഷേ തൻ്റെ സ്ഥാനം അറിയാവുന്നതും പീഡനത്തിന് വിധേയനായതായി കുറ്റസമ്മതം നടത്തിയതുമായ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തെ ഒറ്റിക്കൊടുത്തു. ശനിയാഴ്ച വൈകുന്നേരം 2 പൊതു ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ പിടികൂടി സംസ്ഥാന ആവശ്യങ്ങൾക്ക് വഴങ്ങാൻ പ്രേരിപ്പിച്ചു. സീസർ കർത്താവാണ് എന്ന് പറയുന്നതിലും സുരക്ഷ ഉറപ്പാക്കാൻ അത്തരം സന്ദർഭങ്ങളിൽ ആചരിക്കുന്ന മറ്റ് ചടങ്ങുകൾക്കൊപ്പം അദ്ദേഹത്തിന് ബലിയർപ്പിക്കുന്നതിനും എന്താണ് ദോഷം? ഒരാൾ ചോദിച്ചു. നീ ഉപദേശിക്കുന്നത് പോലെ ഞാൻ ചെയ്യില്ല, അവൻ മറുപടി പറഞ്ഞു. അവൻ്റെ മറുപടിയിൽ കോപാകുലരായ ഉദ്യോഗസ്ഥർ അവനെ രഥത്തിൽ നിന്ന് ബലമായി തള്ളിയിട്ട് വധശിക്ഷയ്ക്കായി ഒരു അരീനയിലേക്ക് കൊണ്ടുപോയി. സ്റ്റേഡിയത്തിൽ പ്രവേശിച്ച ബിഷപ്പ് അതിനെക്കുറിച്ച് പറയാൻ അതിജീവിച്ച അദ്ദേഹത്തിൻ്റെ ചില കൂട്ടാളികളോടൊപ്പം ഒരു സ്വർഗീയ ശബ്ദം കേട്ടു. ഓ പോളികാർപ്പ്,
ധൈര്യമായിരിക്കുക. സ്വയം ഒരു പുരുഷനായി കാണിക്കുക. ജനക്കൂട്ടത്തിനു മുന്നിൽ റോമൻ പ്രോക്കൺസൽ വീണ്ടും ചക്രവർത്തിയെ ആരാധിക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ ഒരു ക്രിസ്ത്യാനിയാണെന്ന് ധൈര്യത്തോടെ പ്രഖ്യാപിക്കുന്നത് കേൾക്കൂ, ബിഷപ്പ് പറഞ്ഞു. ക്രിസ്തുമതത്തിൻ്റെ ഉപദേശങ്ങൾ എന്താണെന്നറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്കൊരു ദിവസം നിശ്ചയിക്കുക. നിങ്ങൾ അവ കേൾക്കും. നീ എന്നെ തീ കൊണ്ട് ഭീഷണിപ്പെടുത്തുന്നു, അവൻ തുടർന്നു. 1 മണിക്കൂർ കത്തുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അത് അണയുന്നു. എന്നാൽ വരാനിരിക്കുന്ന ന്യായവിധിയുടെയും നിത്യശിക്ഷയുടെയും അഗ്നിയെക്കുറിച്ച് നീ അജ്ഞനാണ്. അത് ഭക്തികെട്ടവർക്കായി കരുതി വച്ചിരിക്കുന്നു. പക്ഷേ അവൻ പ്രോ-കൗൺസിലിനെ വെല്ലുവിളിച്ചു. നീ എന്തിനാണ് കാത്തിരിക്കുന്നത്? നിനക്ക് ഇഷ്ടമുള്ളത് കൊണ്ടുവരിക. പോളികാർപ്പിനെ മൃഗങ്ങൾ വിഴുങ്ങണമെന്ന് ജനക്കൂട്ടം മുറവിളി കൂട്ടിയെങ്കിലും അദ്ദേഹം പ്രവചിച്ചതുപോലെ അദ്ദേഹത്തെ ജീവനോടെ ചുട്ടരിക്കണമെന്ന് തീരുമാനിച്ചു. അദ്ദേഹം ദൈവത്തോട് ഉറക്കെ പ്രാർത്ഥിച്ചു. എക്കാലത്തെയും സത്യവാനായ ദൈവമേ, നീ മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെ, എനിക്ക് മുൻകൂട്ടി വെളിപ്പെടുത്തിയതുപോലെ, ഇപ്പോൾ നിറവേറ്റിയതുപോലെ ഇന്ന് നിന്റെ മുൻപാകെ സ്വീകാര്യമായ ഒരു യാഗമായി എന്നെ സ്വീകരിക്കണമേ. പിന്നീട് സംഭവിച്ചത് പോളികാർപ്പിൻ്റെ കൂട്ടാളികളെ അത്ഭുതപ്പെടുത്തി. പോളികാർപ്പിൻ്റെ മരണശേഷം അവർ പ്രചരിപ്പിച്ച കത്തിൽ അവർ ആ കാഴ്ച രേഖപ്പെടുത്തി. അഗ്നിജ്വാല വലിയ കോപത്തോടെ ജ്വലിച്ചപ്പോൾ അവർ എഴുതി, അതിന് സാക്ഷ്യം വഹിക്കാൻ അവസരം ലഭിച്ച ഞങ്ങൾ ഒരു വലിയ അത്ഭുതം കണ്ടു. ബിഷപ്പിൻ്റെ ശരീരത്തിൽ തീ സ്പർശിച്ചതായി തോന്നിയില്ല. മറിച്ച് അവർ വിവരിച്ചതുപോലെ ഒരു കമാനത്തിൻ്റെ രൂപത്തിൽ സ്വയം രൂപപ്പെട്ടു. അത് രക്തസാക്ഷിയുടെ ശരീരത്തെ ഒരു വൃത്തം പോലെ വലയം ചെയ്തു. അവൻ ഉള്ളിൽ കത്തിച്ച മാംസം പോലെയല്ല, മറിച്ച് ചുട്ടുപഴുപ്പിച്ച അപ്പം പോലെയോ ചൂളയിൽ തിളങ്ങുന്ന സ്വർണവും വെള്ളിയും പോലെയോ പ്രത്യക്ഷപ്പെട്ടു. മാത്രമല്ല, തീജ്വാലയിൽ നിന്ന് വളരെ മധുരമുള്ള ഒരു ഗന്ധം വരുന്നതായി ഞങ്ങൾ അനുഭവിച്ചു. കുന്തിരുക്കുമോ വിലയേറിയ മറ്റെന്തെങ്കിലും സുഗന്ധദ്രവ്യങ്ങളോ അവിടെ കത്തുന്നത് പോലെ. പോളികാർപ്പിൻ്റെ മരണം ആസൂത്രണം ചെയ്തതുപോലെ നടക്കുന്നില്ലെന്ന് ആരാച്ചർമാർക്ക് മനസ്സിലായി. ക്ഷമ നഷ്ടപ്പെട്ട അവർ അദ്ദേഹത്തെ കുത്തിക്കൊല്ലാൻ ഉത്തരവിട്ടു. തൽഫലമുണ്ടായ മുറിവിൽ നിന്ന് ഒരു പ്രാവ് പുറത്തു വന്നു. ധാരാളം രക്തം വാർന്നു. അങ്ങനെ തീ അണഞ്ഞു. അവിശ്വാസികൾക്കും തിരഞ്ഞെടുക്കപ്പെട്ടവർക്കും ഇടയിലുള്ള ഈ വലിയ വ്യത്യാസം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. അവർ എഴുതി, പോളികാർപ്പ് ആ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഉൾപ്പെട്ടിരുന്നുവെന്ന് അവർ പ്രഖ്യാപിച്ചു. 1555 മരിച്ചതു മുതൽ വിശുദ്ധ പോളികാർപ്പ് ഒരു വിശുദ്ധനായി ആദരിക്കപ്പെടുന്നു.